താങ്ക് യു. അനുഷ്ക, എന്താ? ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാനിക്ക, എനിക്ക് മോളെ കൊണ്ട് ഇതൊരു ഫുൾ ടോൺ കുറച്ചിട്ട് പാടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അനുപല്ലവി ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സിന്ദൂര കുരുവി അവിടെ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് അല്ലേ? അതാണ് ലോവസ്റ്റ് പോയിന്റ്. പക്ഷെ അത് അത്ര ലോ അല്ല. മോൾ ഒരു ഫുൾ നോട്ട് കുറച്ചിട്ട് മോൾ അനുപല്ലവി ഒന്ന് പാടുമോ? ഒരു ചെറു കുളിരല ഇളകി നിന്നു മൽക്കരളിൽ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. എനിക്കിപ്പോൾ കൂസടിച്ചു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ ഇപ്പൊ പാടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പിച്ച് കുറച്ച് പാടണം എന്നല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റേഞ്ചിനനുസരിച്ച് പിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നമുക്ക് മനസ്സിലായി. ഇതിപ്പോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപല്ലവിയും ചരണവും രണ്ടും അവിടെ മൊത്തം കാറ്റായിരുന്നു. അത് ശരിക്കും അത് സ്ട്രെയിനും ഫീൽ ചെയ്തു. നോട്ട്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതൊക്കെ ലെസൺസ് ആയിട്ട് കണ്ടാൽ മതി. ഇത് വേറൊന്നുമല്ല. ഇതൊക്കെ നമ്മളെല്ലാവരും നിങ്ങളെ ഫ്യൂച്ചറിനേക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അനുഷ്ക, എന്തോ സർ? കഴിഞ്ഞ റൗണ്ടിനേക്കാളും എനിക്കിഷ്ടമായി ഈ റൗണ്ടിലെ പെർഫോമൻസ്. ആദ്യം തന്നെ നൈസ് സിംഗിങ്, നല്ല ശബ്ദം. ഒറ്റ കാര്യമുള്ളൂ, പിച്ച്. ഇനി തൊട്ട് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. എന്ത് പെർഫോമൻസ് ആണെങ്കിലും ഏത് പാട്ടായിക്കോട്ടെ, നിങ്ങൾക്കത് ഒരു സ്കെയിൽ താഴോട്ട് പോകുന്നില്ല, മാറ്റിപ്പിടിക്കുക. മേളിലോട്ട് പോകുന്നില്ലെങ്കിൽ മാറ്റിപ്പിടിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇംപ്രൂവ് ചെയ്ത് പോട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. സായി ചേച്ചി. അനുഷ്ക, യെസ് മാം. എനിക്ക് ഈ പാട്ട് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. എൻ്റെ ഒരു ലൈറ്റ് സോങ് ലിസ്റ്റിലൊക്കെ എപ്പോഴും കിടക്കുന്നൊരു സോങ് ആണ് മഞ്ഞണിക്കൊമ്പിൽ. ആൻഡ് ഈ ഒരു സോങ് ഇപ്പം എല്ലാവരും പറഞ്ഞു. എനിക്കിനി എക്സ്ട്രാ ഒന്നും പറയാൻ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് വോയിസ് ട്രെയിനിങ് എല്ലാ ദിവസവും ഗമകങ്ങളും വരിശകളും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ഫീബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോങ്. എനിക്ക് തോന്നി ആ ഒരു റേഞ്ച് അറ്റംപ്റ്റ് ചെയ്തത് കൊണ്ടാണെന്നല്ല, കുറച്ച് ഫീബിളായിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്തു. ആൻഡ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പിച്ചിങ്ങും കുറച്ചൊരു ഇതായിട്ട് ഫീൽ ചെയ്തു. അതല്ലാണ്ട് യു വർ ലൈക്ക് വെരി ഗ്രേസ്ഫുൾ, യുനോ, ഓൺ സ്റ്റേജ് കാണാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിവേസ്, ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ടു യു. താങ്ക് യു ചേച്ചി. കുട്ടാ, അപ്പോൾ ഹാപ്പി അല്ലേ? നെക്സ്റ്റ് ടൈം പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.